വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. എന്നിലൂടെയല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല. ദൈവവചനമാണ് നാം കേട്ടത്. നോക്കിക്കോട്ടെ, ഞാൻ പപ്പയാണോ? പപ്പയല്ല. എന്റെ പപ്പ ഇവിടെ എവിടെയോ ഉണ്ട്. ഇതിലേ പോകാനുള്ളവർ അങ്ങ് പോവാം, അതിലേ ഉള്ളവർ റൗണ്ട് ചെയ്ത അങ്ങനെ പോകണം. ഇവരങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 3-4 പേരും കൂടെ കയറി കഴിഞ്ഞാൽ പിന്നെ ഓക്കെ. അതിലേ തന്നെ കറങ്ങണം. ഇനി ഇതിലെ ആൾ ഇങ്ങോട്ട് വിടണ്ട, ഇങ്ങോട്ട് വിടണ്ട. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സ്നേഹസമ്പന്നനായ കുടുംബനാഥന് വളരെ അപ്രതീക്ഷിതമായ രീതിയിൽ നമ്മളെല്ലാം യാത്ര പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് പോവുകയാണ്. കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് മാത്രമല്ല, ഈ നാട്ടുകാരെ സംബന്ധിച്ചും ഈ വേർപാട് ഒത്തിരിയേറെ ദുഃഖകരമാണ്. ദുഃഖകരമായ അവസരത്തിൽ നമുക്ക് ആശ്വാസം നൽകുക ദൈവത്തിന്റെ വചനങ്ങളാണ്. ദൈവസന്നിധിയിലേക്കാണ് തോമാച്ചൻ പോകുന്നു എന്നുള്ള ആ ചിന്തയാണ് ദുഃഖത്തിന്റെ ഈ വേളയിൽ നമുക്ക് ആശ്വാസം നൽകേണ്ടത്. ദുഃഖകരമായ ഈ അവസരത്തിൽ തോമാച്ചന്റെ സേവനങ്ങളെല്ലാം വളരെ പ്രത്യേകമായ രീതിയിൽ ഇടവക ദേവാലയവുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളെയും ഞാൻ വളരെയേറെ നന്ദിയോടെ അനുസ്മരിക്കുകയാണ്. അഭിമന്യ പിതാക്കന്മാരുടെയും രൂപതയുടെയും എല്ലാം അനുശോചനവും പ്രാർത്ഥനയും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്.
ദൈവസന്നിധിയിൽ ഇന്ന് നമ്മുടെ ഇടയിൽ സ്വീകാര്യനായിരുന്നതുപോലെ തന്നെ ദൈവസന്നിധിയിൽ ഇദ്ദേഹം സ്വീകാര്യനായിരിക്കാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഞാൻ പ്രാർത്ഥനയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ജീവിത പങ്കാളിക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാം ഞങ്ങളുടെ എല്ലാം അനുശോചനം അറിയിക്കുകയാണ്. നമുക്ക് സഭയുടെ നാമത്തിൽ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവെ, കരയുന്നതിനെ വിളിക്കുകയും സങ്കടപ്പെടുന്നതിനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാന പ്രതീക്ഷ ദാസനെ ആശ്രയിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാമത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, എന്റെ കർത്താവെ, നിന്നെ ഞാൻ മൃഗത്തേക്കും മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലംഭാഗേ കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുത്ഥാനം രക്ഷയും ഉയരം നൽകുന്നു. ആകാശവും ഭൂമി നിന്റേതാവുന്നു. ആകാശവും ഈ ഭൂതല്ലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ. മുതനായസ്സും നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴി അങ്ങേ സുതരാണവരം നോർക്കണമേ. അവന്റെ സന്തോഷമുള്ളവരാന്നിക്കും കർത്താവേ, നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പുത്രൻ റൂഹായേ മുതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. മുതലെന്നേക്കുവാമേൻ. തെളിവായ എന്നുടെ നാഥ, നിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ദരിദ്രത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ആമേൻ. ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും പതനമൊടുണരാൻ വരമരുളേണം. മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അന്ത്യമേയാത്തോരവികല്ലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയുങ്കൽ ചേർക്കണമീശോ. നിർവനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അഗാധ
ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. എന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ജപിക്കൊള്ളണമേ. നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ രക്ഷയുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ പാപോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിൽ സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ദാസനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസൻ തോമാച്ചനെ വിളിക്കുകയും നിന്റെ വലതു ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപുരം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപുരം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രദേശം മണ്ണോടഞ്ഞവരെ മഹിമയോടുകൂടി ഏർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായെ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടി വാനമേഘങ്ങൾ നീ പ്രത്യക്ഷമാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ രക്ഷരായി കബറുകൾ ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ ജീവിതത്തിൽ നിന്റെ തെരഞ്ഞെടുക്കാൻ ലോകത്തിന്റെ ആരംഭത്തിൽ തന്നെ സജ്ജമാപ്പെട്ടിരിക്കുന്ന സ്വത്തുരാജ്യത്തേക്ക് ഞങ്ങളുടെ ഈ സഹോദരൻ തോമാച്ചനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സന്നിധാനത്തിൽ
സിദ്ധരൊന്നായി ആലപിക്കാം ഹല്ലേലൂയ. എൻ ശരീരം കല്ലറയിൽ ശയിക്കുമിന്ന് അന്ത്യനാളിൽ എഴുന്നേൽക്കും മന്നിതിൽ നിന്ന് എന്റെ ദേഹം ദേഹിയുമായി ഒന്നു ചേരാനായി കാത്തിരിക്കുന്നു
പ്രകാശമേ നയിക്കുകെന്നെ നീ ചുറ്റിലും ഇരുൾ പരന്നിടുന്ന വേളയിൽ അന്ധകാര പൂർണ്ണമായ രാത്രിയാണു യന്ത്രഹത്തിൽ നിന്നു വേറെ ദൂരെയാണു ഞാൻ നീ നയിക്കുക സാഗരം വിഭോ നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക നീ നയിക്കുക. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. എന്നിലൂടെയല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല. ദൈവവചനമാണ് നാം കേട്ടത്. കരുണയേഴും മമനാഥായന്നെ കനിവോടോർക്കണമേ മാമക ജീവിതമൊരു നിഴൽ പോലെ മായുകയാണീ മണ്ണിൽ കരുണയേഴും മമനാഥായെന്നെ കനിവോടോർക്കണമേ മാമക ജീവിതമൊരു നിഴൽ പോലെ മായുകയാണീ മണ്ണിൽ. ആഴമതിൽ ഞാൻ കേഴുകയാണൻ അഴലുകൾ നീക്കണമേ ആഴമതിൽ ഞാൻ കേഴുകയാണിൻ അഴലുകൾ നീക്കണമേ എന്നുടെ രോദന നിനദം കേൾക്കാൻ നിൻ ചെവി ചായ്ക്കണമേ എന്നുടെ രോദന നിനദം കേൾക്കാൻ നിൻ ചെവി ചായ്ക്കണമേ. കരുണയേഴും മമനാഥായന്നെ കനിവോടോർക്കണമേ
മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം കർത്താവേ, ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ല വരത്തു വലംഭാഗേ. നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുത്താരം രക്ഷയുയരം നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായസം. പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരം നോക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. മഴയുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വാവാപുത്രൻ റൂഹായേ, മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. തിരുമഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുദൃഢനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. അന്ത്യമെഴാത്തോരവികലമോദം നുകരാൻ ഹൃദരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കും.